ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്തത് തെരുവുനായ ആക്രമണത്തെ തുടർന്നെന്ന് സ്ഥിരീകരിച്ച് ഡോക്ടർ അരുൺ സക്കറിയ. ക്യാപ്ചർ മയോപ്പതിയാണ് മാനുകളുടെ മരണത്തിന് ഇടയാക്കിയത്. എല്ലാ കൂടുകളുടെയും സുരക്ഷ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് അരുൺ സക്കറിയ പറഞ്ഞു. ഇതിനകത്ത് പട്ടികളാണ് കയറിയിരിക്കുന്നത്. അപ്പം 10ഓളം മാനിനെ കൊന്നു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ക്യാപ്ചർ മയോപ്പതി എന്നൊരു ഇതിലാണ് ഇത് പേടിച്ചു. അതുകൊണ്ട് ഈ ഭിത്തിയുടെ മുകളിലും ഫെൻസിൻ്റെ മുകളിലും ഇടിച്ച് വീണിട്ടാണ് ഡെത്തായത്. അതിന് മുകളിൽ ഗവൺമെൻറ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചീഫ് എൽ വാർഡൻ, ദെൻ വിജിലൻസ് APCCF, പിന്നെ ചീഫ് ഫോറസ്റ്റ് ഓഫീസറായ ഞാൻ, അങ്ങനെ 3 കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ നമ്മൾ കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടി കയറിയിട്ട് ഇത് ആനിമൽ പേടിച്ചിട്ട് അതിൻ്റെ ഒരു അക്യൂട്ട് ഷോക്കിൻ്റെ മുകളിലാണ് ഡെത്ത് ഉണ്ടായത്. ക്യാപ്ചർ മയോപ്പതി എന്ന് പറയും. നമുക്ക് ആശ്ചര്യവും ഞെട്ടലുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ആ സംവിധാനങ്ങൾ എത്രത്തോളം ലാഘവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എന്നോടൊപ്പം അശ്വജിത്ത് കൂടി ചേരുന്നുണ്ട്. അശ്വജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു പാർക്കിൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ വലിയ ജാഗ്രത കുറവുണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് തെരുവുനായ എന്ന് പറയുന്ന പുതിയൊരു പൊട്ടിമുളച്ച സംഭവമല്ല. സുപ്രീം കോടതി അടക്കം അതിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്ന ഒരു സമയത്ത് ഇവിടെ തന്നെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കണം? തീർച്ചയായിട്ടും ഈ സൂ അധികൃതർക്ക് അതിലൊരു വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്നതാണ് ആ സ്പോട്ടിൽ പോയി റിപ്പോർട്ട് ചെയ്ത നമ്മുടെ ലിഷോയ് രാവിലെ മുതൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആ മേഖലയിലാകെ തെരുവ് നായ്ക്കൾ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നോ ഇന്നലെയോ അറിഞ്ഞതല്ല. അത് വളരെ ഈ സൂ ഒക്കെ പ്രവർത്തനം തുടങ്ങുന്നതിനും മുമ്പേ തന്നെ ഈ തെരുവുനായ ശല്യം ആ മേഖലയിലൊക്കെ ഉണ്ടാവുമെന്നും അത് പരിഹരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന തരത്തിൽ അധികൃതർ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അത് കാര്യമായി പരിഗണിച്ചിട്ടുണ്ടാവില്ല എന്നതാണ് ഈ ഒരു അപകടത്തിന് ഒന്നാമത്തെ കാരണം. മറ്റൊരു കാരണം, ഈ മാനുകളെ പാർപ്പിച്ചിരുന്ന ഒരു ഫെൻസിങ് കെട്ടിയാണ്. ഫെൻസിങ്, അത് കഴിഞ്ഞ് ഒരു ട്രഞ്ച്, ചെറിയ കിടങ്ങ്, അതിനും മുകളിലാണ് നമ്മൾ കാഴ്ചക്കാർക്ക് അല്ലെങ്കിൽ വിസിറ്റേഴ്സായിട്ട് പോകുന്ന ആളുകൾക്ക് കാണാനുള്ളത്. അപ്പോൾ ഈ ഫെൻസിങ് ചാടിക്കടന്നോ അല്ലെങ്കിൽ ഫെൻസിങ്ങിന് അകത്തുകൂടെയോ മറ്റ് മൃഗങ്ങൾ, ഒരുപക്ഷെ ഈ തെരുവ് നായ്ക്കളോ മറ്റു മൃഗങ്ങളോ ഒക്കെ അതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും നേരത്തെ തന്നെ അധികൃതരൊക്കെ ശ്രദ്ധയിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഈ സൂവിന്റെ ഉദ്ഘാടനം ഓർക്കുകയാണ്. അന്ന് മാധ്യമപ്രവർത്തകരടക്കം അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരുന്നു, വെറ്ററിനറി ഉദ്യോഗസ്ഥരോടക്കം ചോദിച്ചതാണ്, ഇങ്ങനെ നായ്ക്കൾ ഇങ്ങനെ മേഞ്ഞു നടക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് അവർ നേരത്തെ പറഞ്ഞതാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരു തരത്തിൽ പോലും അവിടെ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഇതുപോലെ പുതിയ വലിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ, ഈ ഒരു ഇക്കോ ഫ്രണ്ട്ലി സൂ എന്നൊക്കെ പോലുള്ള വളരെ ഒരു മഹത്തായ സംവിധാനമാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു ഉദ്യമത്തെ ഒരിക്കലും കുറച്ച് കാണുകയല്ല, പക്ഷെ നമ്മൾ പാലിക്കേണ്ട സംഭവിക്കുമെന്ന് പറഞ്ഞ കാര്യം നേരത്തെ പറയുകയാണ്, സംഭവിച്ച കാര്യം നേരത്തെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഗൗരവത്തോടെ എടുത്തോ അവർ? ഇല്ല, അതൊരിക്കലും നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം. നമ്മുടെ സിസ്റ്റം ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് പറയുന്ന പോലെ. പക്ഷേ നിരപരാധികൾ അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ തോതിൽ ജീവനാശം ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ബ്രൂട്ടലായില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വളരെ ദയനീയമായൊരു വശം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ശ്രദ്ധയിൽപ്പെടുത്തിയതുമാണ്. എന്നിട്ടും സൂ അധികൃതർക്കോ അല്ലെങ്കിൽ ഇതുപോലെ വെറ്റിനറി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റീസിനോ ഒരു വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. പിന്നെ നമ്മൾ ഈ പറയുന്നതാണ്, തെരുവുനായകൾ നാട്ടിലും എല്ലായിടത്തും വളരെ വളരെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് സംഭവിച്ചു, ഇനി അത് സംഭവിക്കാതിരിക്കാൻ കാരണം സമാനമായി പ്രവർത്തിക്കുന്ന മറ്റ് ഈ സമാന രീതിയിലുള്ള വകുപ്പുകൾ, അവിടെയൊക്കെ ഇത്തരത്തിലുള്ള പരിശോധനകൾ വളരെ ആവശ്യമല്ല. അതെന്ന് ഡോക്ടർ അരുൺ സക്രി അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ ചെയ്യാൻ പോകുന്നത് ഈ വേർതിരിച്ചിട്ടുള്ള, അതായത് മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേർതിരിച്ചിട്ടുള്ള വേലി അല്ലെങ്കിൽ ആ ചെറിയ കൂടിൻ്റെ ശക്തിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബലമൊക്കെ പരിശോധിച്ച് കൃത്യമായി ഉറപ്പ് വരുത്തുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരുപക്ഷെ ഇത് നേരത്തെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ആ ജീവനുകൾ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് വേണം പറയാൻ. തീർച്ചയായും അങ്ങനെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടതാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുമ്പോൾ അപ്പോൾ അവിടെ അതിന് സുരക്ഷ പാലിക്കത്തക്ക രീതിയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അവിടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഈ മാനുകൾ ചത്തത് എന്ന നിഗമനത്തിലേക്ക് മാത്രമേ നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ.